വള്ളംകളിയാ. ഈ വള്ളംകളി സ്പോൺസർ ചെയ്തേക്കുന്നതാ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായത്. കാണിക്കുന്ന കോക്കാമ്പീച്ചി കണ്ടോ? ഒന്നല്ല ശ്വാസം മുട്ടി ചത്തുപോയേനെ. അല്ല നിങ്ങൾ ഇങ്ങനെ ആർപ്പോ ഇറ വിളിച്ചു കളിക്കുന്നേ? ഓണല്ലേ, ഒരു ഓണത്തിന്. മുതലാളിയെ തോണ്ടൊരു മണ്ട മരത്തിന്റെ മണ്ടക്കെറിയുന്ന ഫോട്ടോ എടുക്കുന്നു. എന്തോ എടുപ്പോടോ അവൻ എടുക്കുന്നത്. മരത്തിന്റെ മണ്ടയിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നവരെ ശ്രദ്ധയ്ക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വരും. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ദാ നിങ്ങൾക്ക് എന്ത് സഹായവും ഇവൻ ചെയ്തു തരും. ഉള്ള സൗകര്യം കളയരുത് എന്റെ പൊന്നു മുതലാളി. അതെന്താ വർത്താനാ നിങ്ങൾ ഈ പറയുന്നത്? ദാണ്ട്രാ നിന്റെ മുതലാളി ആ മദാമ്മമാരുടെ കൂടെ നടക്കുന്നേ. മുതലാളിയെ വള്ളംകളി കാണാൻ വന്ന മദാമ്മമാരെ ശ്രദ്ധിക്കുന്ന പാപ്പച്ച മുതലാളിയെ ശ്രദ്ധിക്ക്. മുതലാളിയെ നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇങ്ങനെ പറഞ്ഞേ? അല്ല മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞാലേ നാട്ടുകാർ മൊത്തം കേൾക്കും. ഓ ഇതിപ്പോ ആരും കേട്ടില്ലല്ലോ. ഞാൻ മുതലാളി ഒന്ന് കണ്ടിട്ട് വരാം, മദാമ്മ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല മുതലാളി ഒന്ന് കണ്ടിട്ട് വരാം. എടി ബീനെ, നമ്മുടെ പുഞ്ചിരി അയൽക്കൂട്ടത്തിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ഈ വള്ളംകളി ചരിത്രത്തിന്റെ ഭാഗമാകും. നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നൊന്നും അവക്കറിയണ്ടല്ലോ. ആർക്ക്? ആ രാമ, അവള് പിന്നെ പ്രസിഡന്റ് അല്ലേ, അവളിനെ പൊരുങ്ങിക്കെട്ടി വരാനാ. എടി മഞ്ജു, അവള് ഞാൻ ഒരുമിച്ച് ഇറങ്ങിയത്. അന്നേരാണ് അവളെ ഭർത്താവ് കുഞ്ഞി ചെമ്മീനുമായിട്ട് വന്നേ. പാവം അതവിടെ ഇരുന്ന് റെഡിയാക്കുക. രമയോ? രമയല്ല, അവളുടെ ഭർത്താവ്. അവൾ അതവിടെ നിന്ന് നോക്കി നിന്ന് അയാളെ കൊണ്ട് മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിക്കുക. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതല്ല. ഇപ്പൊ പറഞ്ഞേ അല്ലടി മഞ്ജു, നിന്റെ ഭർത്താവ് പണ്ടെങ്ങാനോ വള്ളംകളിക്ക് തോറ്റെന്നും പറഞ്ഞ് നിന്നോട് വഴക്കുണ്ടാക്കി പോയതല്ലേ? ഈ കൊല്ലെങ്കിലും അയാൾ വരുവോ? നോ, ഹി ഈസ് ഗോയിങ് ടു ഹിസ് സോങ്. എന്ത്? അയാളെ പാട്ടിന് പോയിന്ന്. അത് പറഞ്ഞപ്പോഴാ നിന്റെ അമ്മായിയമ്മേ എന്തിനാടി എന്ന് ഉച്ചക്ക് ഇങ്ങനെ സന്ധ്യാനാമ ചൊല്ലുന്നേ? അത് എനക്ക് അറിയത്തില്ലേ. പുള്ളിക്കാരിക്ക് വൈകിട്ട് സീരിയല് കാണണം. അതുകൊണ്ട് ഉച്ചക്ക് എന്നെ സന്ധ്യാനാമം ചൊല്ലി ആ പരിപാടി അങ്ങ് തീർക്കും. പിന്നെ വൈകുന്നേരം തൊട്ട് രാത്രി വരെ സീരിയല് കഴിച്ചാ. ഈ രമേ എന്താ ഇത്രയും നേരമായിട്ട് വരാത്തേ? അവളെ വരുത്താൻ ഒരു വഴിയുണ്ട്, കാണിച്ചു തരാം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പുഞ്ചിരി അയൽക്കൂട്ടത്തിന്റെ ചുണക്കുട്ടികളായ ബീനയും മഞ്ജുവും എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എടി അതിന് നമ്മൾ ഇവിടെ നിൽക്കുമല്ലേ, ആ രമയുടെ പേരല്ലേ വിളിച്ചു പറയേണ്ടത്? ബെസ്റ്റ്. അവളുടെ പേര് മൈക്ക് കൂടെ കേട്ടാ വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി അവൾ അവിടെ നിൽക്കും. നമ്മളെ പേര് മൈക്ക് കൂടെ കേട്ടതുകൊണ്ട് വന്ദേ ഭാരത് വരുന്നതിനും കാട്ടി സ്പീഡിൽ അവൾ ഇപ്പൊ ഇവിടെ എത്തും. നീ എന്താടി താമസിച്ചേ? ഞാൻ ആ വള്ളക്കാരുടെ ഫുഡ് റെഡിയാണ് പോയി നോക്കാൻ പോയതാ. എടി നോക്കിക്കാതെ അലവൻസ് ചെയ്യടി. അലവൻസോ? എടി വിളിച്ചു പറയാൻ. എന്നാ ഞാൻ വിളിച്ചു പറയാം. അല്ലേ നീ വിളിച്ചു പറയാൻ ബെസ്റ്റാ. ഈ നാട്ടിൽ നടക്കുന്ന കാര്യം മുഴുവൻ നീ അല്ലേ വിളിച്ചു പറയുന്നേ? എടി രമേ, ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞെന്നാ നീ ഒന്ന് പറ. നീ അയൽക്കൂട്ടത്തൊന്ന് 3000 രൂപ മുക്കിയത് അത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ നീയായിട്ട് തന്നെ നിന്റെ അമ്മായച്ഛനെ പട്ടിണിക്കിട്ട് കൊന്നത് അതും ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇതൊന്നും അങ്ങനെ പറഞ്ഞു നടക്കണവളല്ലേ ഈ ബീന. അതിപ്പോ എനിക്കറിയാമെങ്കിലും വേറൊരു ഇരുചെവി അറിയത്തില്ല. മൈക്ക് ഓണാക്കി വെച്ച് സംസാരിച്ചിട്ട് അവള് പറയുവാ ഇരുചെവി അറിയത്തില്ലെന്ന്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. എന്ന നാടകം നാളെ രാത്രി 10 മണിക്ക് ടൗൺ ഹാളിൽ ഉണ്ടാകുന്നതായിരിക്കും. അല്ല, ഒരു മാല കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അല്ലല്ലോ, അല്ല, ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഞാൻ സീരിയസ് വരുന്നുണ്ടേ. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതെ യോഗം തുടങ്ങിയില്ല. ഇല്ല. അത് പറ. ഞാൻ വന്നപ്പോ റോട്ടില് എന്തൊരു മുടിഞ്ഞ തിരക്കായിരുന്നു. രണ്ടാ പാപ്പച്ചനും പ്രകാശനും കൂടെ മദാമ്മമാരെ ഇടയിൽ കിടന്ന് വിരകുന്നു. നിങ്ങളൊന്ന് വിളിച്ചു പറ, നമുക്ക് സമയത്തിന് യോഗം തുടങ്ങണ്ട്. സമയത്തിന് കാര്യങ്ങളും നടന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നാൽ കണ്ട മഹാ അലമ്പാണ്, അലമ്പ്. അതിന് പ്രത്യേകിച്ച് പറയാനൊന്നും വേണ്ട, നാട്ടുകാർക്ക് മൊത്തം അറിയാം. അങ്ങനെ അറിയാം. നിങ്ങൾ ഈ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? പാപ്പച്ച മുതലാളി
ഓക്കെ ഐ സി യു ഈ കണക്കിനാണ് ഐസിയു കിടക്കും. നമസ്കാരം. നമസ്കാരം. പ്രിയരെ, യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഞാനും എന്റെ നാത്തൂനും പിന്നെ 40 പേരും പുഞ്ചിരി എന്ന അയൽക്കൂട്ടം തുടങ്ങി. കൂട്ടത്തിലാണേ മൊത്തത്തിൽ പ്രശ്നങ്ങൾ തീർക്കാൻ ജോത്സ്യരെ കണ്ടു. പ്രശ്നം വച്ചപ്പോൾ മൊത്തത്തിൽ പ്രശ്നം അയൽക്കൂട്ടമാകെ 2 പിരിഞ്ഞു. നാത്തൂനും ചമ്മി, കൂട്ടരും ചമ്മി, പുഞ്ചിരി മാത്രം ബാക്കിയായി മാറി. വള്ളം കളിക്കാൻ എത്തിയവർക്കെല്ലാം ആശംസ പാടി ഞങ്ങൾ നിർത്തുന്നു. വിലമ്പേരം തമിഴ് പാട്ടിന്റെ മലയാളം എന്നെ കുറിച്ച് പറ. മൈക്കെടുത്ത് എന്നെ കുറിച്ച് പറ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ് എണ്ണയെ പറ്റി. എണ്ണയ്ക്ക് തീ പിടിച്ച വിലയാണ്. കുളിക്കുമ്പോഴും കടുക് താളിക്കുമ്പോഴും കുറേശ്ശെ എടുക്കുക. എണ്ണയുടെ അമിതമായ ഉപയോഗം നമ്മളെ കൊളസ്ട്രോൾ എന്ന അസുഖത്തിലേക്ക് എത്തിക്കും. എന്നെ ഈ ഒരു കാര്യം പറയാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് CDS റാണിയാണ്. എണ്ണയെ കുറിച്ചല്ലേ പറഞ്ഞേ? എന്നെ കുറിച്ച്. എനക്ക് കൊളസ്ട്രോൾ ഉണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ എണ്ണയെ കുറിച്ച് പറഞ്ഞേ. 2 വാക്ക് സംസാരിക്കുന്നതിനായി പാപ്പച്ചൻ മുതലാളിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനാ മൊയിലാളി, പാപ്പച്ചൻ മൊയിലാളി. നാട്ടാരും വീട്ടാരും എന്നെ കണ്ടാ പേടിക്കും. സ്വന്തം ഭാര്യ കണ്ടാ പേടിക്കുന്ന ആളായി കിടന്ന് പറയുന്നത്. സദസ്സിലിരിക്കുന്ന സദസ്സരെ, വെളിക്കിരിക്കുന്ന അല്ല വെളിയിലിരിക്കുന്ന വെളിസരെ, കസേര കിട്ടാതെ നിൽക്കുന്ന ഇരിപ്പരെ, എല്ലാവർക്കും എന്റെയും വിനീതയുടെയും കൂപ്പുകൈ. വിനീതമായ കൂപ്പുകൈന്നല്ലേ? അല്ല, എന്റെയും എന്റെ ഭാര്യ വിനീതയുടെയും കൂപ്പുകൈ. അവളെ പേര് പറഞ്ഞില്ലെങ്കിലേ അവൾ എന്നെ കൊല്ലും. അവളെ കാശ് കൊണ്ടല്ലേ ഞാൻ ഈ കുന്തളിപ്പൊക്കെ കാണിക്കുന്നേ. ശരീരം കൊണ്ട് കുന്തളിപ്പ് കാണിക്കാൻ എന്തിനാ കാശ്? എനക്ക് കാശുള്ളവന്റെ വിഷമം പറഞ്ഞാ മനസ്സിലാവൂല. ഞാൻ കുറച്ച് കാശ് എനിക്ക് കൊടുത്താ ഞാനും ഇത്തിരി വിഷമിക്കട്ടെ. ഇപ്പൊ അങ്ങനെ വിഷമിക്കണ്ട, അങ്ങോട്ട് ചെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ വള്ളംകളിയെ പറ്റി പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വള്ളംകളിയാണ്. പിന്നെ വള്ളംകളിയെ പറ്റി പറയുമ്പോ ക്രിക്കറ്റ് കളി മനസ്സിലേക്ക് ഓടിയെത്തുവോ? ഈ സ്ത്രീകൾ ഇങ്ങനെ ഒരു വള്ളംകളി മത്സരം ഇവിടെ നടത്തണമെന്ന് പറഞ്ഞ് ആദ്യം ഓടി എത്തിയത് ഈ പാപ്പച്ചൻ മുതലാളിയുടെ അടുത്താണ്. തോൽവിയെ കൂട്ടുപിടിച്ചാണ് ഒരു പരിപാടി തുടങ്ങി വെക്കുന്നത്. ഉണ്ടാതിരിക്കാൻ ആർക്കാ? ഈ സ്ത്രീകൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും അതിന് ഈ പാപ്പച്ചൻ മുതലാളി ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ മുൻകൈ എടുത്ത് ആ വിഷയം പരിഹരിക്കുകയും ചെയ്യും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറ് നടന്നൊരു കാലം. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറ് നടന്നൊരു കാലം. ഈ കാലം പഞ്ചായത്ത് കണ്ടുപോരുത്. അതെ, പഞ്ചായത്ത്. ഞാന് പണ്ട് ഈ പഞ്ചായത്തിന് വേണ്ടി ഒരു വള്ളം ഉണ്ടാക്കി. നമ്മുടെ പഞ്ചായത്തിലെ ചുണക്കൂട്ടന്മാർ ആ വള്ളം നീറ്റിലിറക്കി. പിന്നീട് ഈ പഞ്ചായത്തിൽ ആ വള്ളം ആരും കണ്ടിട്ടില്ല. ഫസ്റ്റ് ദിവസം തന്നെ വള്ളം മുങ്ങി. ഇപ്പോഴും ആ കായലിന്റെ അടി കിടക്കുക. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകളെ വെറും വള്ളം കളിയിൽ ഒതുക്കി നിർത്തരുത്. ഇവരങ്ങ് ബഹിരാകാശത്ത് വിടണം. അതെന്തിന്? അപ്പോഴെങ്കിലും ഇത്തിരി സമാധാനം കിട്ടുമല്ലോ, നിന്റെ ശല്യം ഒന്നൊഴിഞ്ഞ് കിട്ടുമല്ലോ. ഇതോടുകൂടി ഞാൻ എന്റെയും വിനീതയുടെയും വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. CDS 2 വാക്ക് സംസാരിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് നാം സ്ത്രീകൾ വള്ളംകളി നടത്തുമ്പോൾ എന്റെ മസ്തിഷ്കത്തിൽ നിന്നും പ്രകമ്പനം കൊള്ളുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ മത്തിക്കഷ്ണത്തിൽ നിന്ന് പ്രകമ്പനം കൊള്ളണം എന്തെന്ന് നമുക്കങ്ങനെ അറിയാം. അവളുകൊണ്ട് അവളുടെ ഒരു മത്തിക്കഷ്ണമുണ്ട്. മത്തിക്കഷ്ണമല്ല, തനിക്കൊന്ന് ആ അടച്ചിരിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നാം സ്ത്രീകൾ വള്ളംകളി നടത്തുമ്പോൾ ഞാൻ അക്ഷമയാണ്. പിന്നെ നാളെ നടത്താം. ഇന്ന് നടത്തിയാലും നാളെ നടത്തിയാലും സ്ത്രീകൾ വള്ളംകളി നടത്തുന്നുണ്ടെങ്കിൽ അക്ഷമ തന്നെ. ഞാൻ അക്ഷമയാവാൻ കാരണം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ചുണ്ടൻ വള്ളത്തിന് സ്ത്രീകളുടെ പേരുണ്ടോ? ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ എന്റെ അമ്മയും അമ്മമാരും ഒക്കെ വീട്ടിലൊരു ചാറുണ്ടാക്കും. അതിന്റെ പേര് അച്ചാർ. അവിടെയും അച്ഛനാണ് ക്രെഡിറ്റ്. എന്തുകൊണ്ട് അത് അമ്മാറായിക്കൂടാ? അവിടെയും പുരുഷന്മാർക്കാണ് പരിഗണന. പിന്നെ നിങ്ങൾ നമ്മളെ കൂടെ കളിയാക്കിയൊന്നും വേണ്ട. രഹസ്യങ്ങൾ സൂക്ഷിക്കണമെങ്കിലേ
പെൺഡ്രൈവ് വേണം, അതിൽ പെണ്ണുണ്ട്. ആ പെൺഡ്രൈവ് വർക്ക് ആവണമെങ്കിൽ ആൻഡ്രോയിഡ് വേണം, അതിൽ ആണുണ്ട്. എന്തുകൊണ്ടും സ്ത്രീകളുടെ പേരിൽ വള്ളങ്ങളില്ല, വള്ളം കളികളില്ല. എന്തുകൊണ്ടും ഞാനത് ചിന്തിക്കുന്നു. അതെ, ഈ സ്ത്രീകളുടെ പേര് വള്ളം കളിയോ ഉണ്ടായാൽ അത് സിംഗിൾ ആയിട്ടേ നടത്തത്തുള്ളൂ. അത് ഗ്രൂപ്പായിട്ട് നടത്തുമ്പോ നിങ്ങൾ 4 പേര് കൂടുമ്പോ വർത്താനം പറച്ചിലായിരിക്കും. തൊഴിലും പിടിച്ചിലും ഒന്നും നടക്കത്തില്ല. ഇവരുടെ ഈ അവഹേളനത്തോടുകൂടി ഞാൻ ഈ വള്ളംകളി അങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അറിഞ്ഞോട്ട് പ്രകാശ 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. വള്ളംകളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടനാടിനെ പറ്റി പറ. കുട്ടന്റെ ആടിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു മുട്ടൻ ആടാണ്. അവൻ അതിന്റെ പാല് വിറ്റാണ് ജീവിക്കുന്നത്. എന്റെ പൊന്നടാവേ, കുട്ടന്റെ ആടല്ല, കുട്ടനാടിനെ പറ്റി പറയടാ. വള്ളവും വെള്ളവും കുട്ടയും ആടുമുള്ളതാണ് കുട്ടനാട്. ഇതെന്തുവാടാ പറയണേ? ഇതൊക്കെ എന്റെ വീട്ടിലുണ്ട്. എന്റെ വീട് കുട്ടനാടില്ലയോ? എന്റെ ദൈവമേ, ഈ ചെറുക്കൻ വാകറുന്ന മണ്ടത്തരെ പറയും. പാപ്പച്ചൻ മലയാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലൊരു പണ്ടാരം പണ്ടാരാന്ന് പറഞ്ഞതുപോലെയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം കാശ് മുടക്കി നമുക്ക് സ്പോൺസർ ചെയ്തതാണ് ഈ പാപ്പച്ചൻ എവറോളിംഗ് ട്രോഫി. എത്രയും പെട്ടെന്ന് അത് പാപ്പച്ചൻ മെമ്മോറിയൽ ട്രോഫി ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. മനുഷ്യനെ നിർത്തി കൊല്ലുവാണല്ലേടാ? ഒന്നല്ല, മുതലാളി മരിച്ചു കഴിഞ്ഞാലും മുതലാളി എല്ലാരും ഓർക്കണം. അതാ എന്റെ ആഗ്രഹം. ഓ അങ്ങനെ. എടോ, വള്ളംകളി തുടങ്ങി, ഒന്ന് അനൗൺസ് ചെയ്യടോ. വള്ളം കുതിര പോലെ ചപ്പക്കുളം പരുന്നു പോൽ പാറുന്നടുക്കും ചുണ്ടാനും പായിപ്പാടനും. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? എന്ത്? പാപ്പച്ചൻ മലയാളി സീരിയസിനെ ട്യൂൺ ചെയ്യുന്നു. അനാവശ്യം പറയണോ? ഇവിടെ കമന്റ് അടിക്കാൻ വന്നേ, കമന്ററി പറയാൻ വന്നേ. കമന്റ് അടിക്കേ. എന്നാ കമന്റ് അടി. ഒന്നാമത്തെ ട്രാക്കിൽ നിന്ന് പാപ്പച്ചൻ മലയാളി എത്തി വലിയ സീരിയസിനെ നോക്കുന്നു. അങ്ങോട്ട് നാട്ടുകാരെ കൊണ്ടുവരാതെ പറയിപ്പിക്കാൻ. എന്നെ പറ്റി പറയാതെ വള്ളംകളിയെ പറ്റി പറയടാവേ. ഒന്നാം നമ്പർ ട്രാക്കിൽ വരുന്ന വള്ളത്തിന്റെ പേര് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. 2ാം നമ്പർ ട്രാക്കിൽ വരുന്ന വള്ളത്തിന്റെ പേര് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. ആ പേരങ്ങോട്ട് വായിക്കടാ. നിങ്ങളുടെ കണ്ണി വല്ല കുരുണ്ടോ? അങ്ങോട്ട് വായിക്ക്. എന്നെടുത്തോ? 1ാം ട്രാക്ക് കഴിഞ്ഞ് 2ാം ട്രാക്ക്, 2ാം ട്രാക്ക് കഴിഞ്ഞ 3ാം ട്രാക്ക്, 3ാം ട്രാക്ക് കഴിഞ്ഞ് കോൺട്രാക്ക്. എന്റെ പഞ്ചായത്തിലെ കോൺട്രാക്ക് ഓണ്ട വള്ളംകളി കാണാൻ വന്നിരിക്കുന്നു. കോൺട്രാക്ക്, നീ വള്ളംകളിയെ പറ്റി പറയടാവേ. കായലിലെ കുന്നോളങ്ങളെ പളുങ്കുമണിയാക്കി 3 ചുണ്ടൻ വള്ളങ്ങൾ, 3 ചുണ്ടൻ വള്ളങ്ങൾ പാറി പറക്കുന്നു. 3 ചുണ്ടൻ വള്ളങ്ങളെ വെട്ടിക്കാനായിട്ട് ഒരുത്തൻ ഒറ്റയ്ക്ക് കഴിഞ്ഞു വരുന്നു. ഒറ്റയ്ക്ക് കഴിഞ്ഞു വരുന്നവനെ കളിയാക്കുന്നതാണ്. അവൻ ഗാങ്സ്റ്റർ അല്ല, മോൺസ്റ്റർ ആണ്, മോൺസ്റ്റർ. എടോ, അത് വള്ളംകളിക്കാരല്ല, മീൻ പിടിക്കാൻ പോണ ചെറുവഞ്ചിക്കാരാണ്. അവൻ എന്തോ സ്പീഡാ നോക്ക്. ഇതാ 2ാം നമ്പർ ട്രാക്കിനല്ല പടവലിച്ചുണ്ടിൽ നാം മുന്നേറുന്നു. നമ്മളെ ആ പുഞ്ചിരി അയൽക്കൂട്ടത്തിൽ പിരിഞ്ഞു പോയ രമ ചേച്ചിയുടെ ചേച്ചി രമയുടെ നാത്തൂന്റെ അയൽക്കൂട്ടത്തിന്റെ വള്ളമാണ് പടവലം ചുണ്ടൻ. പടവലം ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റിലെത്തി. വള്ളം, ആ വള്ളമാണ് ഫസ്റ്റ്. നമുക്ക് രമയുടെ വള്ളം തന്നെ വലുത്. എന്തൊരു കഷ്ടമല്ലേ? ഒന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ. അടുത്തത് ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞ് പോന്നേ. തിരിച്ചു വിളിക്കണോ? തിരിച്ചു വിളിക്കടാ. വിളിക്കണ്ട, അവര് വരത്തില്ല. നമ്മൾ അയൽക്കൂട്ടത്തിന് പിണങ്ങിപ്പോയ നാത്തുന്റെ ടീമിലെ വള്ളക്കാരുടെ ഫുഡിലെ ഞാൻ ഇച്ചിരി വിമ്മ് കലക്കി കൊടുത്തു. ഒരു തോറ്റ് തൊപ്പിയിടായിരിക്കാൻ പോന്ന പോക്കല്ല, സമൂഹത്തിന് മുമ്പിൽ നാണം കടായിരിക്കാനുള്ള മരണപ്പാച്ചിലാ കാണുന്നത്. അപ്പൊ പിന്നെ അവര് കഴിഞ്ഞിട്ട് വരുമ്പോ സമ്മാനം കൊടുക്കണോ? ഇതൊക്കെ സമ്മാനം കൊടുക്കുന്ന നിങ്ങളെ വേണം സമ്മതിക്കാൻ. നീ ഇതോടെ പോണു. ആ വള്ളക്കാരുടെ കൂട്ടത്തിരിഞ്ഞ് ഞാനും ഇത്തിരി ഫുഡ് കഴിച്ചായിരുന്നു.